ഹായ് ഗായ്സ്, നമുക്കിന്ന് പനീർ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. അതിന് ആദ്യം തന്നെ പനീറൊക്കെ ക്യൂബ്സ് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പനീറിൽ. ആ പനീർ മസാലയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പാൻ എടുത്ത് ബട്ടർ ഒഴിച്ച് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേ പാനിൽ കുറച്ചുകൂടി ബട്ടർ ഇട്ട് ഗാർലിക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ക്യൂബ്സായി അരിഞ്ഞ് സവാള ഒരുപാട് ചെറുതാക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്യൂബ്സ് അരിഞ്ഞാൽ മതി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര, ഓണിയൻസ് ഒന്ന് കാരമലൈസ് ആവാനുള്ള പഞ്ചസാര. അത് കഴിഞ്ഞ് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസും കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.